2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിനിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം നമ്മുടെ കൂടെ ഫാമിലിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. എന്താ മോളുടെ പേര്? ഫാത്തിമത്ത് റിയ ഹൗറിൻബി. ഓക്കെ, അപ്പം മോളുടെ റാങ്ക് എത്രയായിരുന്നു? 900 നോട്ട്. ഓക്കെ, അപ്പം മാർക്ക് എത്രയായിരുന്നു? 660. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട്. കോഴിക്കോട്. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? വളരെ സന്തോഷം. ഇങ്ങനൊരു മൊമെന്റ് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നോ ലൈഫിൽ? റിപ്പീറ്റ് ചെയ്യുന്ന കാലത്ത് മൊത്തം ഇതന്നെ. ഓക്കെ, അപ്പം ഇതുപോലെ വിക്ടറി ഡേ ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്? നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണാറുണ്ട്. സീനിയേഴ്സിന്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പം ആ ഒരു മൊമെന്റിൽ റിയൽ ആയിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഹാപ്പിനെസ് ആണല്ലേ? വിത്ത് ഫാമിലിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് റിയയുടെ പേരൻസിനെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. പേര്? ഹനീഫ. സാറ് എന്താ ചെയ്യുന്നത്? ഗൾഫിലായിരുന്നു. അപ്പൊ മോളുടെ ഇങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റിൽ സാറിന് എന്താ ഫീൽ ചെയ്യുന്നത്? സന്തോഷം തോന്നുന്നു. അപ്പം സാറ് എങ്ങനെയായിരുന്നു മോളുടെ ഒരു ജേർണി? പഠിക്കാനൊക്കെ സാറ് എങ്ങനെ ഹെൽപ്പ് ചെയ്തിരുന്നത്? നല്ല ഹെൽപ്പായിരുന്നു. അപ്പൊ മോള് നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ചെറുപ്പം മുതലേ. അതെ. അപ്പം അമ്മയ്ക്ക് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ മോള് നന്നായിട്ട് പഠിക്കാൻ മെനക്കെടുമായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു മോളുടെ നീറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ? ഞാൻ റിപ്പീറ്ററാണ്. ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്ത പാലയിലായിരുന്നു. സെക്കൻഡ് ഇയർ ഞാൻ കോഴിക്കോട് സെൻട്രലായിരുന്നു. കോഴിക്കോട് ടീച്ചേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. ഫാക്കൽറ്റീസ് എല്ലാവരും വേറെ ലെവലായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ളത് എക്സാം, പിള്ളേൻ്റെ എക്സാം അടിപൊളിയായിരുന്നു. ക്ലീശയാണ്, എന്നാലും അതാണ് സത്യം. എക്സാം അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ശരിക്കുള്ള നീറ്റ് എക്സാം വന്നപ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയില്ല. ഓഫ് കോഴ്സ് നീറ്റ് വലിയ ഈസി എന്ന് പറയുന്നുണ്ട്. നോർമലായിട്ട് പോയി, സാധാരണ എക്സാം പോലെ തന്നെ തോന്നി. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന കുറെ ആൾക്കാർ ഇനി 2025 എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുപോലെ ഒരു സ്റ്റേജിൽ അവർക്ക് വന്ന് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല പ്രിപ്പയർ ചെയ്യുക, ബ്രില്യൻറ്റിന് 100% വിശ്വസിക്കുക, അതന്നെ. ഓക്കെ, അപ്പൊ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഇനിയിപ്പം MBBS കഴിഞ്ഞ് നോക്കണം. PG സ്പെഷ്യലൈസേഷൻ അങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ഇപ്പോൾ കറക്റ്റായിട്ടൊരു മനസ്സിലില്ല എങ്കിലും. ഇപ്പം ബ്രില്യൻ ഫാമിലിയുടെ കൂടെ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന ഒരു വിദ്യാർത്ഥിനിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. നീറ്റ് 2024 ഉന്നത വിജയം കരസ്ഥമാക്കി ഒരു പ്രൗഡ് മൊമെന്റിൽ വന്നെത്തി നിൽക്കുമായിരിക്കണം. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഭാവിയിലുള്ള എല്ലാ ജീവിതത്തിലേക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.